പോവുകയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പുതിയ വിവാദം. തോൽവി മുന്നിൽ കണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ് ഇടതു സ്ഥാനാർത്ഥിച്ച് മറിച്ചു നൽകുന്നു എന്നതാണ് ബിജെപി ഉന്നയിക്കുന്ന ആക്ഷേപം. തീരദേശത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ ഈ പുതിയ വിവാദം വലിയ ചർച്ചകൾക്ക് ഇടവച്ചിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ ശശി തരൂരിനെതിരെ ഒരു വിഭാഗം രംഗത്തു വന്നെന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും വലിയ വീഴ്ചയുണ്ട് എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് പുതിയ ആരോപണം ഉയരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസം തീരദേശ മേഖലയിൽ പ്രചരണത്തിനെത്തിയ ശശി തരൂരിനെതിരെ കൂകി വിളിച്ചുകൊണ്ട് ഒരു വിഭാഗം നാട്ടുകാരും പ്രവർത്തകരും പ്രതിഷേധിച്ചു എന്ന ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആക്ഷേപം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പുതിയ ചർച്ചകൾക്ക് ഇടവെക്കുന്നത്. ഈ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ ബിജെപിയുടെ ജില്ലാ നേതൃത്വമാണ്. ആരോപണം ഈ പിന്തുണയിലും ഈ മുന്നോട്ടുള്ള പ്രയാണത്തിലുമൊക്കെ തന്നെ ആശങ്കാകുലരായിട്ടുള്ള പ്രത്യേകിച്ചും യു ഡി എഫ് സ്ഥാനാർത്ഥി സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ സാമുദായിക സംഘടനകൾക്ക് പണം നൽകുന്നു എന്ന് പറഞ്ഞു. ഒരു സാധാരണക്കാരൻ, ഒരു സാധാരണ മന്ത്രി ഇവിടെ ഒന്ന് മത്സരിച്ചപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിന് ഇനിയും 20 ദിവസം അവശേഷിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞുവെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. അതിന്റെ തെളിവുകൾ സമൂഹത്തിൽ അദ്ദേഹം കാട്ടണം. അല്ലെങ്കിൽ ശക്തമായ നിയമ നടപടി യു ഡി എഫ് സ്ഥാനാർത്ഥി നേരിടേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഞങ്ങൾ നൽകിയിരുന്നു. സംഭവ സഭയിലെ പ്രഗത്ഭന്മാർ ഇവരൊക്കെ തന്നെ, വിവിധ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ ഇവരൊക്കെ തന്നെ രൂപം കൊടുത്തതും ഇവരൊക്കെ തന്നെ മുന്നോട്ട് നയിക്കുന്നതുമായിട്ടുള്ള സാമുദായിക സംഘടനകളാണ് ഇവിടെ ഉള്ളത്. ആ സംഘടനകളെയൊക്കെ തന്നെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ഒരു സ്ഥാനാർത്ഥി ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും. മാത്രവുമല്ല, ആ സംഘടനകളെ തന്നെ അധിക്ഷേപിക്കലാണ്, അപമാനിക്കലാണ്. ഇത് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞ വ്യക്തി ഈ നേതാക്കന്മാരെല്ലാം കാണാൻ പോകുന്നുണ്ടല്ലോ. യു ഡി എഫിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിൽ എത്തിക്കുവാനുള്ള ഒരു ആലോചന യു ഡി എഫിനുള്ളിൽ നടക്കുന്നതായിട്ട് യു ഡി എഫ് പ്രവർത്തകർ തന്നെ വിവരം തരുന്നുണ്ട്. ഇതാണ് ആക്ഷേപം. ബിജെപി ഉന്നയിക്കുന്ന ആക്ഷേപം ഇതാണ്. കോൺഗ്രസിന് വർഷങ്ങളായി കാലാകാലങ്ങളിലായി ലഭിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ തീരദേശ മേഖലകളിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതു സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകാൻ നീക്കം നടക്കുന്നു എന്നതാണ് ബിജെപി ഉന്നയിക്കുന്ന ആക്ഷേപം. ഇതിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, എന്താണ് ഈ വിവാദം? ബിജെപി ഉന്നയിക്കുന്ന ഈ ആരോപണത്തിന് അതിന്റെ പശ്ചാത്തലം എന്താണ്? ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ? സാഹിത്യ തലസ്ഥാനത്ത് അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ ശശി തരൂർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചതിനാൽ ഇവിടെ തരൂറിന് ആദ്യഘട്ടത്തിൽ വലിയൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. പിന്നീട് അതിനു മുമ്പ് തന്നെ ഇടതുമുന്നണി അവതരിപ്പിച്ചത് അവരുടെ ഒരുപക്ഷെ CPIക്ക് തലസ്ഥാനത്തെത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ മുഖമായ പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ്. അതോടുകൂടി ഇത്തവണ നേരത്തെ ഉണ്ടായ നാണക്കേട്, 3ാം സ്ഥാനമെന്ന നാണക്കേടിൽ നിന്ന് എങ്ങനെയും കരകയറണമെന്നൊരു വാശി ഇടതു നേതൃത്വത്തിനുണ്ടെന്ന് വ്യക്തമായിരുന്നു. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ കൂടി വന്നതോടുകൂടി പോരാട്ടം കൂടുതൽ ശക്തമായി. തരൂരിനുണ്ട് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ആധിപത്യം പിന്നീട് ഓരോ ദിവസം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പൊതുവിലയത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഇടതു സ്ഥാനാർത്ഥി വലിയ രീതിയിൽ മുന്നേറുന്നുവെന്ന ആത്മവിശ്വാസം അവരുടെ കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നു. BJPയും തങ്ങൾ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അവിടെയാണ് നിരവധി വിവാദങ്ങൾ ഓരോ ദിവസവും ഉയർന്നു വരുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്ത് സംബന്ധിച്ച് ഇടതുമുന്നണിയും വലതുമുന്നണിയും UDFും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ശശി തരൂരിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അതുപോലെ വക്കീൽ നോട്ടീസൊക്കെ അയച്ചുകൊണ്ട് അദ്ദേഹം തരൂർ സാമുദായിക സംഘടനകളെ രാജീവ് ചന്ദ്രശേഖർ സ്വാധീനിക്കാൻ ശ്രമിച്ചു, പണം കൊണ്ട് സ്വാധീനിക്കുന്ന ആരോപണം ഉന്നയിച്ചു, അതിൽ പരാതി പറയുന്നു. അതിനൊടുവിലാണ് ഒരു വിവാദം കൂടി വരുന്നത്. അത് ഇന്നലെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് VV രാജേഷാണ് ആ ഒരു വിവാദത്തിന് തിരികൊടുത്തത്. അദ്ദേഹം പറഞ്ഞത്, തലസ്ഥാനത്ത് തരൂറിന്റെ പരാജയം ഉറപ്പായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പാർട്ടി പ്രവർത്തകരെ കൂകി വിളിക്കുന്നു, പ്രതിഷേധിക്കുന്നു. അതോടുകൂടി തരൂർ തോൽക്കുമെന്ന് ഉറപ്പായതോടുകൂടി ന്യൂനപക്ഷ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥി തോൽക്കാൻ വേണ്ടി, അദ്ദേഹം തോൽപ്പിക്കാൻ, ജയിക്കാതിരിക്കാൻ വേണ്ടി ന്യൂനപക്ഷ വോട്ടുകൾ UDF നേതൃത്വം ഇടപെട്ട് ഇടതു സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് മറിച്ചു നൽകാനുള്ള ധാരണയുണ്ടാക്കുന്നു, അതിനുള്ള ചർച്ചകൾ തുടങ്ങിയെന്ന ഒരു ആരോപണമാണ് BJPയുടെ ജില്ലാ അധ്യക്ഷൻ ഉന്നയിച്ചത്.